നിങ്ങളെല്ലാവരും എല്ലാം മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ട് എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ തീരുമാനിച്ച് സംസാരിക്കാണോ? അങ്ങനെയൊന്നുമില്ല. ഈ പ്രശ്നം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവാതെ ഒരു പരിഹാരം ഉണ്ടാവണം. അതിനാ ഞാൻ ശ്രമിക്കുന്നത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. മനോജേട്ടനും അമ്മയ്ക്കും ഒക്കെ ടെൻഷൻ ആവാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയാലോ? എങ്ങനെയാ? ഞാൻ ആലോചിച്ചിട്ട് പറയാം. എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. ഇനിയിപ്പോ എന്തു വഴിയാണോ ആലോചിക്കുന്നത്? ആർക്കറിയാം. എന്റെ ഭഗവാനെ രക്ഷിക്കണേ. പുറത്തുള്ള പ്രൊജക്ടുകളുടെ കാര്യത്തിൽ ആദർശേട്ടൻ നല്ല ടെൻഷനിലാച്ചാ. അവിടുത്തെ സൈറ്റുകളെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ട്. പലതും ഇവിടെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാ ആദർശേട്ടൻ പറയുന്നത്. ഇത്രയും നാൾ ഇവിടെ നിന്നല്ലേ എല്ലാം മാനേജ് ചെയ്തിരുന്നത്? അതെ, എല്ലാവരും ഇത് തന്നെയാ ചോദിക്കുന്നത്. അമ്മ ഇത് തന്നെ പറഞ്ഞു, ഇത്രയും നാളും ഇല്ലാത്ത പ്രശ്നങ്ങൾ എങ്ങനെ പുതിയതായി ഉണ്ടാവുന്നതെന്ന്. അതിപ്പോ സമയം മോശമാവുമ്പോ നമ്മൾ ചിന്തിക്കാത്ത പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാലും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആദർശിന് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ അതെങ്ങനെ വിശ്വസിക്കാനാ? കമ്പനിയുടെ പേര് മാറിയതിൽ സ്റ്റാഫുകൾക്കിടയിൽ പ്രശ്നമുണ്ടെന്ന് ആദർശേട്ടൻ പറയുന്നത്. ദേവ ബിൽഡേഴ്സിലാണ് ജോലിയെന്ന് പറയാൻ സ്റ്റാഫിന് വലിയ താല്പര്യമായിരുന്നു. പെട്ടെന്നുള്ള ഈ പേരുമാറ്റം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാ ആദർശേട്ടൻ പറയുന്നത്. അതിന്റെ പേരിലാണോ സൈറ്റുകളിൽ പ്രശ്നം ഉണ്ടാവുന്നത്? അങ്ങനെയല്ല, പണം ഉണ്ടാക്കാൻ കിട്ടുന്ന അവസരങ്ങൾ സ്റ്റാഫ് ഉപയോഗിക്കുന്നു, അത് കമ്പനിയെ ബാധിക്കുന്നു. അങ്ങനെയുള്ളവരെ പിരിച്ചുവിടുകയല്ലേ ചെയ്യേണ്ടത്? ജോലിയിൽ എക്സ്പേർട്ടായവരെ പെട്ടെന്ന് പിരിച്ചുവിട്ടാ അത് കമ്പനിയുടെ താളം തെറ്റിക്കും. നല്ല സ്റ്റാഫുകളില്ലാതെ ഒരു കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലച്ചാ. കറപ്ഷൻ അതൊരു വലിയ പ്രശ്നമാ. ഒരു നാടിന്റെ മുന്നേറ്റത്തെ തകർക്കുന്നത് ഉദ്യോഗസ്ഥന്മാർക്കിടയിലെ കറപ്ഷനാണ്. അതുപോലെ തന്നെയാണ് ഒരു കമ്പനിയിലെ കള്ളന്മാരായ സ്റ്റാഫുകളും. ആ കമ്പനി ഇല്ലാതാക്കാൻ അത്തരക്കാർക്ക് സാധിക്കും. അങ്ങനെയുള്ളവരൊന്നും വെച്ചോണ്ടിരിക്കരുത്, ഉടനെ ഡിസ്മിസ് ചെയ്യണം. ആദർശേട്ടൻ അതൊക്കെ കമ്പനിക്ക് കുഴപ്പമുണ്ടാവാത്ത രീതിയിൽ പതിയെ മാനേജ് ചെയ്ത് വരിക. അതുകൊണ്ടാ ഇങ്ങനെ പോകേണ്ടി വരുന്നു എന്നാ പറയുന്നത്. ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഇനി ഹൈദരാബാദിലേക്ക് നാളെ പോകണമെന്നാ പറയുന്നത്. കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ നേരിട്ട് ചെന്ന് മാനേജ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ശരിയാകുമായിരിക്കും. അത്രയും നാൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ എന്ന് കരുതുക, അല്ലാതെ എന്താ ചെയ്യുക? അല്ല, കേരളത്തിൽ പുതിയ പ്രോജക്റ്റുകളൊന്നും നോക്കുന്നില്ലേ? ഒരെണ്ണം എല്ലാം സെറ്റായിട്ട് വന്നതാ. പക്ഷേ കൊട്ടേഷൻ കൊടുത്ത റേറ്റിൽ എന്തോ ചില കാര്യങ്ങൾ വന്ന് അത് കിട്ടിയില്ല. ആ പ്രൊജക്റ്റ് റേറ്റ് കുറച്ചെടുത്തത് അഭിചേച്ചിയാ. പിന്നെ ദേവ ബിൽഡേഴ്സ് എന്ന ടൈറ്റിലും കൂടി ഉള്ളതുകൊണ്ട് ആ പ്രൊജക്റ്റ് അഭിചേച്ചിക്ക് കിട്ടി. ആണോ? അത് സാരമില്ല. അപ്പോഴും അത് നമുക്ക് തന്നെയാണല്ലോ, വേറെ കമ്പനിക്ക് പോയില്ലല്ലോ. അതെ, പക്ഷേ അഭിചേച്ചി കോട്ട് ചെയ്ത റേറ്റ് തീരെ കുറവാണെന്നും അതിൽ ചെയ്തു തീർക്കാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമെന്നൊക്കെയാ ആദർശേട്ടൻ പറയുന്നത്. അങ്ങനെയാണോ? അപ്പോ അഭി വാശിക്ക് പിടിച്ച പ്രോജക്റ്റ് ആണോ അത്? അറിയില്ല, അങ്ങനെയൊന്നും ആവില്ലായിരിക്കാം. കമ്പനിക്ക് നഷ്ടങ്ങൾ വരുത്തി വെച്ച് വാശിക്ക് പിന്നാലെ പോയാൽ അത് വലിയ കുഴപ്പമാവും. അങ്ങനെയൊന്നും അഭിചേച്ചി ചെയ്യില്ലായിരിക്കും. പിന്നെ അഭിചേച്ചിയെ കമ്പനിയുടെ കാര്യങ്ങൾ ഉപദേശിക്കാൻ ആരും ഉണ്ടെന്ന് ആദർശേട്ടൻ പറയുന്നത്. അതുകൊണ്ടാവും അഭിചേച്ചി പല കാര്യങ്ങളും ചെയ്യുന്നതെന്നും പറയുന്നു. അതാരാ അങ്ങനെ ഒരാൾ? ആദർശിന്റെ അമ്മയല്ലേ അവിടെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആൾ? അമ്മയല്ല, അമ്മയുടെ രീതികളിലൊന്നും അല്ല കമ്പനി ഇപ്പൊ പോകുന്നത്. ഓ, അങ്ങനെയാണോ? അഭി ഇപ്പൊ മോളോട് വഴക്കും പ്രശ്നങ്ങളും വല്ലതും ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല ചാം, കുഴപ്പമൊന്നുമില്ല. ആദർശ് യാത്രയിലായിരിക്കുമ്പോ മോക്ക് വീട്ടിൽ വന്ന് നിന്നൂടെ? അതല്ലേ നല്ലത്. അങ്ങനെ വന്നാ അതൊക്കെ പിന്നീട് സംസാരമാവും. ഞാൻ അല്ലാതെ ഇടയ്ക്ക് വന്നോളാച്ചാ. ശരി, മോളുടെ ഇഷ്ടം പോലെ ആവട്ടെ. അച്ഛൻ അമ്മാവിനെ കണ്ട് സംസാരിച്ചായിരുന്നോ? സംസാരിച്ചു. മനോജിന് ഇപ്പൊ വിവാഹത്തിന് സമ്മതമാ. അക്കാര്യം പറയാനാ ഞാനിപ്പോ വന്നത്. ആണോ? അപ്പൊ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു അല്ലേ? അമ്മായും സമ്മതിച്ചു കാണുമല്ലോ? ഇല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമാണ് സമ്മതം. സൂരജും വിദ്യയും വളരെ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുക. വെറുതെ അവരെ പിരിക്കാൻ നോക്കി വേദനിപ്പിക്കുന്നതിലും നല്ലത് അവരുടെ ഇഷ്ടം നടത്തി കൊടുക്കുന്നതാണെന്ന് മനോജും പറഞ്ഞു. എനിക്കും അത് തന്നെ അഭിപ്രായം.
ഇനി ഈ കാര്യം ബീനയും തന്നെ സമ്മതിപ്പിച്ചെടുക്കണം. അതാണ് വലിയ ജോലി. അച്ഛനൊന്ന് കാര്യമായിട്ട് ബീനാമ്മയോട് സംസാരിച്ചു നോക്ക്. ബീനാമ്മയും സമ്മതിക്കുന്ന എന്റെ മനസ്സ് പറയുന്നത്. ആ, ഞാൻ സംസാരിച്ചു നോക്കാം. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാൽ മതിയായിരുന്നു. അച്ഛാ, എല്ലാം ശരിയാവും എന്റെ മനസ്സ് പറയുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഹലോ. ആ അതെ, ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ എത്താം. ആ ശരി, ഓക്കെ. ഞാനെന്നാ ചെല്ലട്ടെ മോളെ. ശരി അച്ഛാ. ആ, മോളിനി എങ്ങോട്ടാ? ഞാൻ വീട്ടിലേക്കാ. കാറിലാണോ മോള് വന്നത്? ആ അല്ല. എന്നാ വാ, ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യും. എന്താ ഹരിയേട്ടാ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ അത്? ഞാൻ മനോജുമായിട്ട് സംസാരിച്ചു. സൂരജും വിദ്യയായിട്ടുള്ള വിവാഹത്തിന് മനോജിന് അത്ര എതിർപ്പില്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിലും മനോജ് എതിർക്കേണ്ട കാര്യമില്ലല്ലോ. അയാൾക്ക് ബുദ്ധിയും വിവരമുണ്ട്. സൂരജ് വിദ്യയെ നന്നായിട്ട് നോക്കുമെന്ന് മനസ്സിലായിട്ടുമുണ്ട്. എതിർപ്പ് എനിക്കല്ലേ? താൻ വെറുതെ എതിരെന്ന് കുട്ടികളെ ഇങ്ങനെ വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ എതിർക്കുന്നതിന്റെ കാര്യവും കാരണവും എല്ലാം എല്ലാവരോടും പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇനി ഞാനത് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാ താൻ സമാധാനത്തോടൊന്ന് കേൾക്കണം. ശരി, ഞാൻ കേൾക്കാം. ഹരിയേട്ടൻ പറയേ. വിദ്യയും സൂരജും ഒരു കാരണവശാലും മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുക. അവരങ്ങനെയല്ലേ പറയൂ. അതെ, പക്ഷേ അതിന്റെ അർത്ഥത്തിൽ തന്നെ മനോജ് ഉൾക്കൊള്ളുന്നുണ്ട്. പേഴ്സണലി സൂരജ് വിദ്യ വിവാഹം കഴിക്കുന്നതിനോട് എതിർപ്പുണ്ടെങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഈ വിവാഹം നടത്താൻ മനോജിന് സമ്മതമാണ്. പേഴ്സണലി താല്പര്യമില്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് ഈ വിവാഹം നടത്തണ്ടെന്ന് മനോജിന്റെ മുഖത്ത് നോക്കി ഹരിയേട്ടന് പറയായിരുന്നല്ലോ. ഹരിയേട്ടൻ അങ്ങനൊന്നും പറയില്ല. കാരണം സൂരജിന്റെ കാര്യത്തില് അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ഹരിയേട്ടൻ എടുക്കില്ലല്ലോ. അതെന്താ? സ്വന്തം മകനാണെന്ന ചിന്തയോ മനസ്സുകൊണ്ട് അങ്ങനെ ഒരു അംഗീകാരം ഉണ്ടായാലല്ലേ ഇത്തരം ശക്തമായ തീരുമാനങ്ങളൊക്കെ മറ്റൊരാളോട് പറയാനായിട്ട് പറ്റൂ. എന്തിനാ ബിനെ ഞാനൊരു കാര്യം പറയുമ്പോ ഇത്തരം കുറ്റപ്പെടുത്തലുമായി എന്നെ പഴി പറയുന്നേ? സൂരജിനെ ഞാൻ എന്റെ മകന്റെ സ്ഥാനത്താ കാണുന്നേ. പക്ഷേ സൂരജന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടില്ലെന്നേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? അതാ ഞാൻ ചോദിക്കുന്നത്. അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഹരിയേട്ടനുണ്ടല്ലോ. സൂരജിന്റെ സ്ഥാനത്ത് മീരയായിരുന്നെങ്കിൽ ഹരിയേട്ടന് വ്യക്തമായ അഭിപ്രായവും തീരുമാനവും ഉണ്ടാകുമായിരുന്നു. സൂരജിന്റെ കാര്യത്തിൽ എനിക്ക് അഭിപ്രായമില്ലെന്ന് ആരാ പറഞ്ഞേ? എനിക്കതിൽ വ്യക്തമായ അഭിപ്രായമുണ്ട്. ഞാൻ അത് പല പ്രാവശ്യം തന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. എന്റെ അഭിപ്രായത്തിൽ സൂരജിന് കിട്ടാവുന്നതിൽ വെച്ച് വളരെ നല്ലൊരു ബന്ധം ഇത്. എല്ലാവരുടെയും സമ്മതത്തോടുകൂടി വിവാഹം നടക്കുകയാണെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതിൽ ഒരാളായിരിക്കും ഞാൻ. കണ്ടോ, ഇങ്ങനൊരു മനസ്സ് ഹരിയേട്ടനുള്ളതുകൊണ്ടാ ഞാൻ പറയുന്നതും ചെയ്യുന്നതും എല്ലാം തെറ്റായിട്ട് തോന്നുന്നത്. ബീനെ, എന്റെ ഈ ചെറിയ ജീവിതത്തിനിടയിൽ ഒരുപാട് പേരുടെ ലൈഫ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പരസ്പരം സ്നേഹിക്കുന്നവർ ഒന്നിച്ച് ജീവിക്കുന്നതാണ് നല്ലതെന്ന്. എന്തെങ്കിലും കാരണവശാൽ വീട്ടുകാർ കാരണം അവർക്ക് ഒന്നിക്കാനാവാതെ പോയാൽ മറ്റൊരാളുമൊത്തുള്ള അവരുടെ വിവാഹ ജീവിതം തകരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനൊന്നും എനിക്ക് തോന്നുന്നില്ല. വിവാഹ ജീവിതം ആരുടെ കൂടെയാണെങ്കിലും അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായെന്നിരിക്കും. പ്രണയപരാജയം ഉണ്ടായവര് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ നല്ലൊരു ജീവിതം കിട്ടിയേനെ എന്ന് ചിന്തിച്ചേക്കും. അങ്ങനെ അല്ലാതെ അവരുടെ ജീവിതം തന്നെ തകരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ എനിക്കത് അംഗീകരിച്ചു തരാൻ പറ്റില്ല ഹരിയേട്ടാ. താൻ അംഗീകരിക്കണ്ട. പക്ഷെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയോടുകൂടി ജീവിക്കുന്നത് വെറും യാന്ത്രികമായ ജീവിതമായിരിക്കും. അതൊരു തകർച്ച തന്നെയല്ലേ? അതൊന്നും എനിക്കറിയില്ല. എന്റെ ഈ ചെറിയ ജീവിതത്തിലും പ്രണയപരാജയത്തിന് ശേഷം നന്നായി ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. സൂരജിന്റെയും വിദ്യയുടെയും കാര്യത്തില് എന്റെ സമ്മതം വാങ്ങാനായിട്ട് ഹരിയേട്ടൻ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ ഞാൻ അംഗീകരിച്ചാലും ഇവരുടെ വിവാഹം തന്നെ അംഗീകരിക്കില്ലെന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നത്? ആദ്യം താനൊന്ന് സമ്മതിക്കും. അത് കഴിഞ്ഞല്ലേ ധനിയുടെ കാര്യം. അല്ല, ആദ്യം അവൾ അംഗീകരിക്കട്ടെ.
അല്ലെങ്കിലേ ഞാൻ അംഗീകരിച്ചത് കൊണ്ട് മാത്രം അവള് സമ്മതിച്ചതാണെന്നും പറഞ്ഞ് കള്ളത്തരം കാണിക്കും. സത്യത്തിൽ അവൾക്ക് ഇതിന് സമ്മതമാണെന്ന് എനിക്കറിയാലോ. തന്റെ ആ തോന്നൽ സത്യമാണെന്നറിയാൻ തനിക്കൊന്ന് സമ്മതിച്ചുകൂടെ? അങ്ങനെങ്കിലും വിവാഹം നടക്കട്ടെ. അങ്ങനെ അവള് ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ധന്യ ഇവിടെ വന്ന് എന്നോട് വിവാഹം നടത്താൻ പറഞ്ഞ ഞാൻ നോക്കും, അല്ലാതെ ഇത് നടക്കില്ല. സൂരജിന്റെ വിദ്യയുടെയും കാര്യത്തിൽ അച്ഛനും അമ്മാവനും സമ്മതിച്ച മട്ട. ഞാനത് പറഞ്ഞതല്ലേ, അവരൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ പറ്റുമെന്ന്. ഇനിയിപ്പോ ആന്റിമാര് പതിയെ അയഞ്ഞോളും. അവരും കൂടി സമ്മതിച്ച പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വിവാഹം നടന്നേനെ. രണ്ടുപേരുടെയും ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായതിനു ശേഷം വിവാഹം നടത്തുന്നതാണ് നല്ലത്. എല്ലാവരുടെയും സമ്മതം കിട്ടാൻ ഇത്രയും പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ വിവാഹം നടത്തുന്നതല്ലേ നല്ലത്? പുതിയ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി അത് വീണ്ടും മുടങ്ങാതിരിക്കുമല്ലോ. വിവാഹത്തിന് മുമ്പുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വലിയ ഹിമാലയൻ ടാസ്ക് ആണെന്ന് തോന്നുമെങ്കിലും അതൊന്നും സത്യത്തിൽ അത്ര പ്രശ്നമുള്ള കാര്യങ്ങളല്ല. അതൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം വിവാഹം നടന്ന് അവർ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പല വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നത്. അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടാവും ആദർശേട്ടൻ പറയുന്നു? അതങ്ങനെ കൃത്യമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. അവർക്കങ്ങനെ വിവാഹശേഷം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം പരസ്പരം അറിയാവുന്നവരല്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷേ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നതെന്ന് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മീര. നമ്മുടെ വിവാഹം നടക്കുമ്പോൾ തൻ്റെ വീട്ടുകാരെന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? താൻ ഈ വീട്ടിൽ സുഖമായി സന്തോഷത്തോടെ എല്ലാ ആഡംബരങ്ങളോടെയും ജീവിക്കുന്നല്ലേ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഒരു ദിവസമെങ്കിലും താൻ സമാധാനത്തോടെ ഉറങ്ങിയിട്ടുണ്ടോ? ആദ്യം അഭിരാമി ഓരോന്ന് പറയുന്ന പ്രശ്നങ്ങൾ, അതിനുശേഷം എനിക്കുണ്ടായ കേസ്, പിന്നെ കമ്പനി പാർട്ടീഷൻ, ബഹളങ്ങൾ, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മളാരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? അങ്ങനെയാണ് ജീവിതം. നമ്മൾ ചിന്തിക്കുന്നതൊന്നും സംഭവിക്കുന്നത് മറ്റൊന്നുമായിരിക്കും. ആദർശേട്ടൻ പറയുന്നത് ശരിയാ. അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അവരൊന്നിച്ച് നേരിട്ട് പരിഹരിച്ചോളൂ എന്ന് നമുക്ക് കരുതാം. ആദ്യം അവരുടെ വിവാഹം എങ്ങനെയെങ്കിലും നടക്കട്ടെ. അതെ, ആദ്യം വിവാഹം നടക്കട്ടെ. പക്ഷേ അതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് കരുതാതിരുന്നാൽ മതി. ഈ ജീവിതം നിരന്തരമുള്ള അതിജീവനം തന്നെയാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ ജീവജാലങ്ങളും ശ്രമിക്കുന്നത് അതുതന്നെയല്ലേ? അതെ, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവും. അത് എത്തിപ്പിടിക്കാൻ നമ്മൾ ശ്രമിക്കും. എന്തൊക്കെ നേടിയാലും എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും അവസാനം ഒന്നുമില്ലാതെ ഈ മണ്ണിൽ അലിഞ്ഞ് മണ്ണായി തീരും. അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ എന്തിനാ ഈ ഓട്ടോ ഓടുന്നതെന്ന് തോന്നും, അല്ലേ? നിരാശയോടെ ചിന്തിച്ചാ ഒന്നും നേടാനുമില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല എന്ന അവസ്ഥയെ മനസ്സിൽ വരും. പക്ഷെ അത് ഭഗവാനിലേക്ക് തിരിച്ചാ, ലക്ഷ്യം ഈശ്വരനായ, ജീവിതത്തിൽ മാറ്റം വരും. മനസ്സിൽ നിറയുന്ന ആനന്ദം അനുഭവിക്കുമ്പോൾ ഈ ജീവിതം വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാവും. തനിക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ മീര? പ്രാർത്ഥനയും പൂജയും ഭഗവാന്റെ ചിന്തകളും മനസ്സിൽ നിറയുമ്പോൾ എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടാവണം. പക്ഷേ അതെന്താന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അത് ഓരോരുത്തരും സ്വയം അനുഭവിക്കേണ്ടത് മാത്രം. അന്വേഷിക്കുന്നവർക്കത് ലഭിക്കും. ശ്രമം മാത്രം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ മതി. താനിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കിയാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ പലതരത്തിലുള്ള ലോജിക്കൽ ചിന്തകളും എന്നെ തടയുന്നുണ്ട്. ഹൃദയം കൊണ്ടാ ഈശ്വരനിലേക്ക് അടുക്കേണ്ടത്. സ്നേഹം കൊണ്ടാ മനസ്സ് ശുദ്ധമാവുന്നത്. പ്രാർത്ഥന കൊണ്ടാ ഭഗവാനിലേക്കുള്ള വഴികൾ തെളിയുന്നത്. കമ്പനിയുടെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് മീര. മനസ്സിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ തരണം ചെയ്യാനുള്ള വഴികൾ തേടും. മനുഷ്യർക്ക് പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ ഇവിടെ ആത്മീയത ഉണ്ടാകുമായിരുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സത്യത്തിൽ ഇവിടെ ആർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല ആദർശേട്ടാ. പലതും നമ്മുടെ മനസ്സിന്റെ തോന്നലുകൾ മാത്രം. തത്വം പറയുമ്പോൾ അങ്ങനെ പറയാം, ശരിയാണ്.
പക്ഷേ ജീവിതത്തിൽ അനുഭവം വരുമ്പോൾ ഞാനും താനും എല്ലാം ടെൻഷനാവുന്നില്ലേ? പരിഹാരത്തിന് വേണ്ടി അലയുന്നില്ലേ? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഭഗവാന്റെ പാദങ്ങളിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെ എന്റെ ആശ്വാസവും. അങ്ങനെ ഒരു ചിന്തയുള്ളതും അങ്ങനെ ആശ്വസിക്കാൻ പറ്റുന്നതും വലിയൊരു ഭാഗ്യം തന്നെയാണ് മീര. എല്ലാവർക്കും അതിന് സാധിച്ചാൽ ഈ ലോകം ഇനിയും ഒരുപാട് സുന്ദരമാവും. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതിപ്പോ സത്യമാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടോ? ആ, അതാണ് ഞാൻ അന്ന് പറഞ്ഞത്, ക്ഷമയോടെ കാത്തിരിക്കാൻ. ഇപ്പോ ഹരിയും മനോജും നിങ്ങളുടെ ബന്ധത്തെ അനുകൂലിക്കാൻ മനസ്സ് കാണിച്ചില്ലേ? ഇനി പതിയെ പതിയെ ബീനയും ധന്യയും നമ്മുടെ വഴിക്ക് വരുമെന്നേ. അതിലെനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല മുത്തശ്ശ. ആ, ഇതാ നിന്റെ കുഴപ്പം. ആദ്യം നിനക്ക് നിന്നിലൊരു വിശ്വാസം വേണം. അപ്പോ ബാക്കിയെല്ലാം നിന്റെ പിന്നാലെ വരും. എടാ, ശക്തമായ പ്രണയത്തിന് മുമ്പിൽ മുട്ടുകുത്താത്ത ഒരു ശക്തിയും ഈ ലോകത്തില്ല. ഇവിടെ എന്തെങ്കിലും നേടിയിട്ടുള്ളവരെ നീ നിരീക്ഷിച്ചു നോക്ക്, അവരെക്കുറിച്ച് പഠിച്ചു നോക്ക്. ഒന്നുകിൽ പ്രണയത്തിന് വേണ്ടി, അല്ലെങ്കിൽ നഷ്ടപ്രണയത്തിന്റെ വാശി തീർക്കാൻ. എങ്ങനെയായാലും അടിസ്ഥാനം പ്രണയമായിരിക്കും. അതിനുവേണ്ടിയാണ് മനുഷ്യൻ പലതും കീഴടക്കിയിട്ടുള്ളത്. ഇതൊക്കെ ആരാ മുത്തശ്ശനോട് പറഞ്ഞത്? പഴയ ഒരു നാടകത്തിൽ കേട്ടതാ. അന്ന് ഇതങ്ങ് മനസ്സിൽ പതിഞ്ഞതാ. ഇപ്പോ ഒരു സന്ദർഭം വന്നപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനിവിടെ തീ ചവിട്ടി നിൽക്കുമ്പോ മുത്തശ്ശൻ ചുമ്മാ നാടകം കളിച്ച് എന്നെ ടെൻഷനാക്കരുത് കേട്ടോ. എടാ, ഞാൻ നിന്നെ ടെൻഷനാക്കാൻ പറഞ്ഞതല്ല. നീ ചവിട്ടി നിൽക്കുന്ന തീയില് കുറച്ച് വെള്ളം കോരി ഒഴിച്ചെന്നങ്ങ് കരുതിയാ മതി. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. എടാ മോനെ, നീ വിഷമിച്ച് നടക്കുന്നത് കാണാൻ എനിക്കൊരു താല്പര്യവും ഇല്ല. നിന്റെ വിവാഹം കഴിഞ്ഞ് നിനക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയെല്ലാം കളിപ്പിച്ചിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. ആദ്യം ഈ കല്യാണം ഒന്ന് നടക്കട്ടെ, അത് കഴിഞ്ഞല്ലേ ബാക്കിയൊക്കെ. അതൊക്കെ നടക്കൂടാ. അന്ന് വിദ്യമോൾ ആദ്യമായി എന്നെ കാണാൻ വന്നപ്പോഴേ അവൾ എന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി. അന്നേ ഞാൻ മനസ്സുകൊണ്ട് നിങ്ങളെ അംഗീകരിച്ചതാ. കാരണവന്മാരുടെ അനുഗ്രഹം കിട്ടിയവരൊന്നും ജീവിതത്തിൽ തോറ്റ ചരിത്രമില്ല. നിങ്ങളുടെ പ്രണയം തോൽക്കില്ല മോനെ, അതെനിക്ക് ഉറപ്പാ. കണ്ടോ, സത്യം ഞാൻ പറഞ്ഞപ്പോഴേ ഇറങ്ങിയെന്ന് കണ്ടില്ലേ? പണ്ടത്തെ പല്ലിയുടെ ജോലി ഇപ്പൊ ഫോണിനായ. അമ്മേ, എടുക്കടാ, സംസാരിക്കേ. ഹലോ അമ്മേ, ഞാനിവിടെ മുത്തശ്ശന്റെ കൂടെ ഉണ്ട്. അല്ലമ്മേ, സത്യമായിട്ടും മുത്തശ്ശൻ കൂടെ ഉണ്ട്. ദാ മുത്തശ്ശ. അമ്മേ. ഹലോ ബീനെ. ആ, അവൻ എന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ അങ്ങ് വരും. ആ ശരി, ഓക്കെ. ബീനയ്ക്കും പേടിയാ. നീ വിഷമിച്ച് നിരാശാകാമുകനായി വല്ല ബാറിലും കയറി പൂസായാലോ ഓർത്തിട്ടായിരിക്കും വിളിച്ചത്. അമ്മയെ സമ്മതിപ്പിക്കാനേ ആ വഴിക്കൊന്നും നോക്കണോ? അതൊന്നും വേണ്ട. അതൊക്കെ സ്ഥിരം പരിപാടിയാ, ഒരു പുതുമയില്ലെന്നേ. നമുക്ക് വേറെന്തെങ്കിലും നോക്കാം. തൽക്കാലം നീ കുറച്ചു ദിവസം കൂടി ഒന്ന് ക്ഷമിക്കേ. ശരി, അങ്ങനെ നോക്കാം. ബീനെ സമ്മതിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നമുക്ക് നോക്കാം മോനെ. ശരി മുത്തശ്ശ, ഞാനെന്നാ പോട്ടെ. ശരി. ആ, മോളായിരുന്നോ? കേറി വാ. വാ ബീന. ആ, മോൾ ഒറ്റയ്ക്കേ ഉള്ളോ? ആദർശ് വന്നില്ലേ? ആദർശേട്ടൻ ഹൈദരാബാദിലേക്ക് പോയി ബീനാമേ. അവിടുത്തെ സൈറ്റിൽ ചെല്ലേണ്ട അത്യാവശ്യം ഉണ്ടായിട്ട് എന്തോ പെട്ടെന്ന് പോയതാ. മോളിരിക്കെ, ഞാൻ കുടിക്കാൻ എടുത്തോണ്ട് വരാം. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. ആ, എന്നാ ഇരിക്കെ. വാ, ഇരിക്കും മോളെ. അവിടിപ്പോ എങ്ങനെയുണ്ട് മോളെ കാര്യങ്ങളൊക്കെ? ആ, കുഴപ്പമില്ല. പിന്നെ പുറത്തുള്ള സൈറ്റുകളിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിന്റെ ടെൻഷനൊക്കെ ആദർശേട്ടനുണ്ട്. അതൊക്കെ മാറിക്കോളും.
ആദർശന് അതൊക്കെ മാനേജ് ചെയ്യാനുള്ള അറിവും പഠിപ്പും ഒക്കെ ഉള്ളതല്ലേ. ഇവിടെ സൂരജിന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്കൊരു മനസമാധാനം ഇല്ലാത്തത്. അതിനൊരു പരിഹാരം നിങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിത്തരണം. ഞങ്ങൾ എന്ത് ചെയ്യാനാ ബീനാമ്മേ? ഇപ്പോഴത്തെ അവസ്ഥയില് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ആ വിദ്യ സൂരജിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ ഹരിയേട്ടനോടും മീരയോടും ഒക്കെ സംശയം പറഞ്ഞതാ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് വളർന്നതല്ലേ, ബന്ധുവും സ്വന്തവും ഒക്കെ അല്ലേ എന്നും പറഞ്ഞ് എന്നെ സൈലന്റ് ആക്കി. അവസാനം ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതൊക്കെ ആ ധന്യയുടെ പ്ലാനിങ്ങാ. അവൾ എന്റെ മോനെ എന്റെ അടുത്തുനിന്ന് അകറ്റാൻ വേണ്ടി എന്തോ കൈവിഷം കൊടുത്തതാ. വെറുതെ എന്തിനാ ബീന ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നേ? സൂരജിന്റെയും വിദ്യയുടെയും ബന്ധം ബീനേക്കാൾ എതിർക്കുന്നത് തന്നെയാണ്. അതൊക്കെ അവളുടെ കള്ളത്തരവാ ഹരിയേട്ടാ. അവളെ ആരും ഒന്നിലും സംശയിക്കരുത്, അതിനുവേണ്ടി പറയുന്നതാ. ഈ പ്രശ്നം അവസാനിപ്പിക്കാനേ ഒരു വഴിയുണ്ട്. എന്ത് വഴി?